ഹായ് ഓൾ, ഇന്ന് നമ്മളോട് കൂടെയുള്ളത് ആദിൽ ഷുക്കൂറാണ്. ഇത്തവണത്തെ UPSC എക്സാമിനേഷനിൽ 822 റാങ്ക് കരസ്ഥമാക്കിയ ആദിലിന് കിട്ടിയിരിക്കുന്ന സർവീസ് ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസാണ്. ആദിൽ ജോഗ്രഫി ഓപ്ഷണൽ എടുത്താണ് ഈ ഒരു എക്സാമിനേഷൻ ക്ലിയർ ചെയ്തത്. അപ്പം ഈ ഒരു വീഡിയോയിൽ ആദിലിൻ്റെ ഓപ്ഷണൽ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ആദിൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഒരാളാണ്. UPSC പ്രിപ്പയർ ചെയ്യാൻ തീരുമാനിക്കുന്നു. പിന്നെ എങ്ങനെയാണ് ജോഗ്രഫിയാണ് തൻ്റെ ഓപ്ഷണൽ എന്നൊരു ഡിസിഷനിലേക്ക് എത്തുന്നത്? ഞാൻ ഇവിടെ എൻ്റെ കോളേജിലേക്ക് കംപ്ലീറ്റ് ചെയ്ത് ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് CET എന്ന് പറഞ്ഞൊരു കോളേജിൽ നിന്നാണ്. അവിടെ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചതൊക്കെ. അപ്പോൾ അവിടെ കോളേജിലായിരുന്നപ്പോഴും കോളേജിൽ നമ്മൾ അത്യാവശ്യം ഗവൺമെൻറ് കോളേജ് ആയതുകൊണ്ട് പൊളിറ്റിക്സിലൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു. കോളേജ് യൂണിയനിലൊക്കെ ഉണ്ടായി. അപ്പോൾ ആ സമയത്താണ് എനിക്ക് ഈ സിവിൽ സർവീസ് എന്നൊരു ആഗ്രഹമൊക്കെ തോന്നുന്നത്. അപ്പം ഞാൻ എന്തായാലും പഠിച്ചതുകൊണ്ട് അവിടെ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ട് 1 കൊല്ലം ജോലിയൊക്കെ ചെയ്തതിന് ശേഷം ഇവിടെ ഒന്ന് കോച്ചിങ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ തീരുമാനിച്ചായിരുന്നു. അപ്പോൾ അതിന് തന്നെ ഏകദേശം ഐലൻ ഉറപ്പിച്ചതായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് 1 ഇയർ ജോലി ചെയ്തതിന് ശേഷം ഇവിടെ ഐലൻഡിൽ വന്ന് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ജോയിൻ ചെയ്തതിനൊക്കെ ശേഷമാണ് ഞാൻ പിന്നെ ഈ ഓപ്ഷനെ കുറിച്ച് അങ്ങനെ അധികം ചിന്തിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം വന്നതിന് ശേഷം ഇവിടെ ഏതൊക്കെ ഓപ്ഷനിലാണ് അവൈലബിൾ ഉള്ളതെന്നും അതിനെപ്പറ്റിയൊക്കെ ഓറിയൻറ്റേഷൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഈവൻ ബിഫോർ ഈ ഓറിയൻറ്റേഷനൊക്കെ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ ഏകദേശം ജോഗ്രഫി എന്ന് തീരുമാനിച്ചിരുന്നു. അപ്പോൾ ഞാൻ എടുക്കാനുള്ള പ്രൈമറി റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നിയത് ഏറ്റവും കൂടുതൽ ജോഗ്രഫിയിലേക്കാണ്. ഇപ്പോൾ ജോഗ്രഫി എടുത്ത് നോക്കുകയാണെങ്കിൽ ജോഗ്രഫി ഒരു കുറച്ചുകൂടെ ലോജിക്കലായിട്ടൊരു സബ്ജക്റ്റാണ്. ഇപ്പോൾ നമ്മൾ ഈ ചുറ്റുപാടും കാണുന്ന കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടി ഇൻഡെപ്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ജോഗ്രഫി. അപ്പം എനിക്കതുകൊണ്ട് ജോഗ്രഫിയിലോട്ടാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നിയത്. പിന്നെ രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് നമ്മൾ ചൂസ് ചെയ്യുമ്പം അപ്പോൾ അതിന് ക്ലാസ്സസ് വേണം, പിന്നെ ഫാക്കൽറ്റീസ് വേണം, പിന്നെ അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസും കണ്ടന്റും മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വേണം. അപ്പം ഇതെല്ലാം ജോഗ്രഫിക്ക് അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ ഞാൻ ഓപ്ഷണൽ ക്ലാസ്സസ് നോക്കുമ്പോൾ ഇവിടെ നിഖിൽ സാറും ഡയസ് സാറും ഇവിടെ ഓപ്ഷണൽ ക്ലാസ്സസ് ജോഗ്രഫി ഐലണിൽ തന്നെ കൊടുക്കുന്നുണ്ടായി. പിന്നെ മെറ്റീരിയൽസൊക്കെ ഒബ്വിയസ്ലി അതിൻ്റെ കൂടെ തന്നെ കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ടെസ്റ്റ് സീരീസും പ്രോഗ്രാമും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ആ രണ്ടാമത്തെ ക്രൈറ്റീരിയയും ഓക്കെയാണ്, അതും പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതും ഒരു റീസണായി. പിന്നെ മൂന്നാമത് എനിക്ക് വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ജോഗ്രഫി എടുത്ത് നോക്കുകയാണെങ്കിൽ ആസ് എ സബ്ജക്റ്റ് ബാക്കി GS സബ്ജക്റ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഓവർലാപ്പ് ഉള്ളൊരു സബ്ജക്റ്റാണ് ജോഗ്രഫി. ഇപ്പോൾ നമുക്ക് GS 1 എടുത്ത് നോക്കുകയാണെങ്കിൽ GS 1 ഒരു മേജർ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ജോഗ്രഫിയാണ്. അപ്പോൾ ആ ജോഗ്രഫിക്കകത്ത് നിന്ന് തന്നെ എല്ലാ വർഷവും മെയിൻസിന് ഒരു 6-7 ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം ഈ ഓപ്ഷനിൽ നമ്മൾ ജോഗ്രഫി എടുക്കുകയാണെങ്കിൽ പിന്നെ അത് സെപ്പറേറ്റ് നമ്മൾ പഠിക്കാൻ പോകേണ്ട കാര്യം ഇല്ല. പിന്നെ GS 2 എടുക്കുകയാണെങ്കിൽ GS 2ൻ്റെ അകത്തും അവിടെ ഇൻ്റർനാഷണൽ റിലേഷൻസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. അപ്പോൾ ആ ഇൻ്റർനാഷണൽ റിലേഷൻസിൻ്റെ അകത്തും നമ്മൾ പൊളിറ്റിക്കൽ ജോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാറുണ്ട്. അപ്പോൾ ആ പഠിക്കുന്ന കാര്യങ്ങൾ കുറേയൊക്കെ നമുക്ക് എവിടെ എഴുതി വെക്കാൻ സാധിക്കും? ഈ ഇൻ്റർനാഷണൽ റിലേഷൻസിനകത്തേക്ക് കൊണ്ടുവരാം. പിന്നെ GS 3 എടുക്കുകയാണെങ്കിൽ അറൗണ്ട് 90% കാര്യങ്ങൾ നമ്മൾ ഓപ്ഷനിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ GS 3 എടുക്കുമ്പം അതിൻ്റെ അകത്ത് അറൗണ്ട് 10 ക്വസ്റ്റ്യൻസ് പറയുന്നത് എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ നിന്നാണ്. അപ്പം ജോഗ്രഫിയുടെ പേപ്പർ 2ൻ്റെ അകത്ത് അഗ്രികൾച്ചറും ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, ട്രേഡ്, ഇൻഡസ്ട്രീസ് ഇങ്ങനെ പറഞ്ഞൊരു ടോപ്പിക്സ് ഉണ്ട്. അപ്പം ഇത് തന്നെയാണ് ഏകദേശം ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൽ പഠിക്കുന്നത്. അപ്പം ഇത് ജോഗ്രഫിയിൽ പഠിക്കുകയാണെങ്കിൽ പിന്നെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് നമ്മൾ അധികം ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല. പിന്നെ GS 3 ബാക്കി സബ്ജക്ട്സ് എടുക്കുകയാണെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ആ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും നമ്മൾ ഓപ്ഷനിൽ പഠിക്കുന്നതാണ്. പിന്നെ സയൻസ് ആൻഡ് ടെക്കിൻ്റെയും സ്പേസും അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഓപ്ഷനിൽ കുറേയൊക്കെ പഠിക്കുന്നതാണ്. എൻവയോൺമെൻറ്റ് നമുക്ക് എൻവയോൺമെൻറ്റ് ജോഗ്രഫി എന്ന് പറഞ്ഞ് കുറച്ച് നമുക്ക് ജോഗ്രഫിയിലും ഉണ്ട്. അപ്പം GS 3 ബൾക്ക് ഓഫ് സിലബസ് നമ്മൾ ജോഗ്രഫി ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കവേർഡായി പോകും. അപ്പം പിന്നെ നമുക്ക് വേണമെങ്കിൽ SIയിലും വേണമെങ്കിൽ ജോഗ്രഫിയുടെ എന്തെങ്കിലും എലമെൻറ്റ്സ് ഒക്കെ വേണമെങ്കിൽ കൊണ്ടുവരാം. അപ്പം ഇതും ഭയങ്കര ഒരു അട്രാക്റ്റിംഗ് ഫാക്ടറാണ്. കാരണം ഇത്രയും ഓവർലാപ്പ് വരുന്ന സ്ഥിതിക്ക് ഞാൻ എന്തായാലും എടുക്കാൻ തീരുമാനിച്ചു. പിന്നെ ചിലർ ഈ ജോഗ്രഫി എടുക്കാത്തൊരു റീസൺ എന്ന് പറഞ്ഞാൽ ജോഗ്രഫിയുടെ സിലബസ് ഭയങ്കര വാസ്റ്റാണെന്ന് പറഞ്ഞ് ജോഗ്രഫി എടുക്കാത്ത കുറേ ആൾക്കാരുണ്ട്. ബട്ട് അവരിത് മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഇഫ് യു ആർ ടേക്കിംഗ് ജോഗ്രഫി നിങ്ങൾ GSൽ സ്പെൻഡ് ചെയ്യേണ്ട ടൈമും അത്രത്തോളം കുറയും. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇത് ബാലൻസ് ചെയ്ത് പോകും. അപ്പം ചിലപ്പോൾ അതിനേക്കാളും കുറവ് മതി ജോഗ്രഫി ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ. അപ്പം ഈ 3 കാരണം കൊണ്ടാണ് ഞാൻ ബേസിക്കലി ജോഗ്രഫി എടുത്തത്. ഓക്കെ, അപ്പോൾ താങ്കൾ ജോഗ്രഫിയാണ് എടുക്കേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ആ ഒരു സമയത്തുള്ളൊരു പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? ആദ്യമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, ആദ്യമായിട്ട് കാര്യങ്ങളൊക്കെ കേൾക്കുന്ന ഒരു സമയത്തുള്ളൊരു പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? ആ സമയത്ത് ഇപ്പം ഞാൻ ഇവിടെ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സസ് മാത്രമാണ് അവൈലബിൾ. അപ്പോൾ ജോഗ്രഫി ക്ലാസ്സസ് ഒക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ രാവിലെ 7 മണിയാണ്. രാവിലെ 7 മുതൽ 8:30 വരെയാണ് ജോഗ്രഫിയുടെ ഓപ്ഷണൽ ക്ലാസ്സസ് ഒക്കെ വരുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് കുറച്ച് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ മിസ് ഔട്ട് ആയിട്ടുണ്ട്. ചിലപ്പം മഴയായിരിക്കാം, അല്ലെങ്കിൽ ഡിസംബറൊക്കെ ആകുമ്പോൾ തണുപ്പായിരിക്കാം. അപ്പോൾ ആ കാരണങ്ങളൊക്കെ കൊണ്ട് കുറച്ച് ക്ലാസ്സസൊക്കെ അങ്ങനെ മിസ് ഔട്ടായി പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ ക്ലാസ് മിസ് ഔട്ടായി പോയാലും ആ ക്ലാസ്സിൽ സ്ഥിരമായിട്ട് റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്ന കുറേ പിള്ളേരുണ്ടായി ജോഗ്രഫിക്ക്. അപ്പോൾ ഇവരുടെയൊക്കെ നോട്ട് കോപ്പി എടുത്ത് ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുത്ത് ഞാൻ മാറ്റി നോട്ടൊക്കെ ഉണ്ടെന്ന് ഞാൻ ഉറപ്പ് വരുത്തുമായിരുന്നു. പിന്നെ ഇല്ലാത്ത സാധനങ്ങളൊക്കെ എഴുതിയൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെക്കുമായിരുന്നു.
പിന്നെ അതല്ലാതെയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇപ്പം വീക്ക്ലി എക്സാംസ് ഒക്കെ ജോഗ്രഫിക്ക് നടത്താറുണ്ടായി. എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ വീക്ക്ലി എക്സാംസും ചിലതൊക്കെ അറ്റൻഡ് ചെയ്യുമായിരുന്നു. പിന്നെ അതിൻ്റെയും കറക്റ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഫീഡ്ബാക്കും അതിൻ്റെ കാര്യങ്ങൾ കിട്ടും. അപ്പം ഇതൊക്കെയാണ് ഞാൻ ബേസിക്കലി ആ ഒരു പ്രിപ്പറേഷൻ ആ ഫസ്റ്റ് ഓപ്ഷൻ അറ്റൻഡ് ചെയ്ത സമയത്ത് ചെയ്ത കാര്യങ്ങൾ ബേസിക്കലി ഇത് മാത്രമേ ഉള്ളൂ. ആൻസർ റൈറ്റിങ്ങിലൊന്നും അധികം ടൈം ഇൻവെസ്റ്റ് ചെയ്തില്ല. അതിൻ്റെ പ്രശ്നങ്ങളും പിന്നീട് ഉണ്ടായിരുന്നു. ഓക്കെ, സോ പിന്നീട് നമ്മൾ ആദ്യമായിട്ട് മെയിൻസ് എഴുതുന്ന ഒരു സമയത്ത് കുറച്ചുകൂടി ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലേക്ക് പോയിട്ടുണ്ടാവുള്ളൂ. ആ ഒരു സമയത്തെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? ഇപ്പം മെയിൻസ് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഞാൻ ജോഗ്രഫിയിലേക്ക് ആൻസർ റൈറ്റിങ്ങും ടെസ്റ്റ് സീരീസും അങ്ങനെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് എടുക്കാൻ വേണ്ടി തുടങ്ങിയത്. ഇപ്പം മെയിൻസ് ക്ലിയർ ആയതിനു ശേഷം ഇപ്പം അതിന് തന്നെ നമുക്ക് അതിൻ്റെ വാല്യൂ ഡിഷൻ സെഷൻസും അല്ലെങ്കിൽ ആൻസർ റൈറ്റിംഗ് സെഷൻസും കൈൻഡ് ഓഫ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അതൊക്കെ കൈൻഡ് ഓഫ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. പിന്നെ ആ സമയത്ത് ഈ ടെസ്റ്റ് സീരീസ് ഞാൻ ഏകദേശം ഓൾമോസ്റ്റ് റെഗുലറായിട്ട് തന്നെ ഫോളോ ചെയ്തു. എല്ലാ ടെസ്റ്റും കൈൻഡ് ഓഫ് ഏകദേശം അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഓരോ ടെസ്റ്റും നമ്മൾ എഴുതുമ്പം ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് നമുക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ടെസ്റ്റ് റെഗുലർലി എടുക്കുകയാണെങ്കിൽ നമ്മുടെ സിലബസും ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ് ആയി പോകും. അപ്പോൾ അത് കൈൻഡ് ഓഫ് ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാൻ ആ പ്രിപ്പറേഷനിൽ കൂടുതൽ ചെയ്ത് ടെസ്റ്റ് സീരീസ് റെഗുലറായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ള കാര്യമാണ് മെയിനായിട്ട് ചെയ്തത്. ഓക്കെ, സോ ഈ സമയത്ത് GS കൂടെ പ്രിപ്പയർ ചെയ്യണമല്ലോ. അപ്പോൾ ഇതിനെങ്ങനെയാണ് ഒന്ന് ബാലൻസ് ചെയ്തത്? അത് ഞാനിപ്പോൾ ടെസ്റ്റ് സീരീസ് എടുത്തതെന്ന് പറഞ്ഞാൽ രണ്ടും ഏകദേശം വൈലണിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ജോഗ്രഫി ആൻഡ് GS എടുത്ത് നോക്കുവാണെങ്കിൽ ഇത്രത്തോളം സബ്ജക്റ്റുകളുടെ ഓവർലാപ്പ് വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ജോഗ്രഫിക്ക് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ അത്രത്തോളം കുറച്ച് സമയം നമ്മൾ ഇവിടെ മറ്റേ GS സ്പെൻഡ് ചെയ്താലും ചില സബ്ജക്ട്സിന് കുഴപ്പമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ ഇവിടെ ഐലൻഡ് ജോഗ്രഫി ടെസ്റ്റ് സീരീസിൻ്റെ അകത്ത് പേപ്പർ 2ൻ്റെ അകത്ത് വരുന്ന ഒരു എക്സാമിൻ്റെ ടോപ്പിക്സാണ് അഗ്രികൾച്ചർ, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, ട്രേഡും ഇൻഡസ്ട്രീസൊക്കെ. അപ്പം ആ ഒരു ടെസ്റ്റ് ഏകദേശം ആദ്യം തന്നെ എന്തോ കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഇവിടെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് GSൻ്റെ ടെസ്റ്റ് വരുന്നത്. അപ്പം ഈ പേപ്പർ 2 ജോഗ്രഫിയിൽ പഠിച്ച ഏകദേശം അതേ സാധനങ്ങൾ തന്നെയാണ് നമ്മൾ അവിടെ പഠിക്കാൻ പോകുന്നത്, ഈ എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി സെപ്പറേറ്റ് ടൈം നമ്മൾ കളയേണ്ട കാര്യം വരുന്നില്ല. അതുപോലെ തന്നെ എൻവയറമെൻറ്റൽ ജോഗ്രഫി ഓപ്ഷണൽ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ശേഷം വീണ്ടും GS3 എൻവയറമെൻറ്റ് എഴുതുമ്പം അവിടെയും നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ടൈം കുറച്ച് കുറവാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഷെഡ്യൂൾ എടുത്തിട്ട് കൈൻഡ് ഓഫ് വേണമെങ്കിൽ പ്ലാൻ ചെയ്യാൻ സാധിക്കും. ഇപ്പം ഇവിടെ ഓപ്ഷനിലും ഇതിൻ്റെ ടോപ്പിക്ക് വരുന്നുണ്ട്, GS ഇതാണ് വരുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് വേണമെങ്കിൽ GS ആൻഡ് ഓപ്ഷനിൽ ഒരുപോലെ വരുന്ന സാധനങ്ങൾ ക്ലബ് ചെയ്തൊക്കെ വേണമെങ്കിൽ പഠിച്ച് പോകാൻ സാധിക്കും. അപ്പം GS പ്രിപ്പറേഷൻ ഓപ്ഷണലിൽ ജോഗ്രഫി എടുത്തുകൊണ്ട് കൈൻഡ് ഓഫ് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. പിന്നെ അതുപോലെ ഈ പേപ്പർ 1, പേപ്പർ 2 ഇതിൻ്റെ നേച്ചറിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതിൻ്റെ ഒരു പ്രിപ്പറേഷനിൽ എങ്ങനെയാണ് ഒരു വ്യത്യാസം കൊണ്ടുവന്നത്? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഒരു പേപ്പർ പ്രിപ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുമായിരുന്നോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇപ്പം നമ്മൾ ജോഗ്രഫി പേപ്പർ 1 എടുക്കുവാണെങ്കിൽ അത് കൂടുതലും കുറച്ചുകൂടെ തിയററ്റിക്കലാണ്. അതിൻ്റെ അകത്ത് കാര്യമായിട്ടുള്ള ചേഞ്ചസും അഡീഷൻസ് ഒന്നും വരാൻ സാധ്യത വലുതായിട്ടില്ല. ഇപ്പോൾ കുറേയധികം തിയറീസ് നമ്മൾ പഠിക്കും, പിന്നെ കുറേയധികം ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും പേപ്പർ 1 കൂടുതൽ പഠിക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഒരു കാര്യം നമ്മൾ പഠിച്ചാൽ അത് പഠിച്ചതാണ്, അതിൻ്റെ മുകളിൽ വലിയ അഡീഷൻസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ എൻ്റെ ആൻസർ റൈറ്റിങ്ങിനും വലിയ പ്രശ്നം വരില്ല, കാരണം അതിൻ്റെ കുറച്ച് ഡയഗ്രാംസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാൽ മതി. അതല്ലാതെ നമുക്ക് അതിൻ്റെ കണ്ടൻറ്റിങ് കാര്യങ്ങൾ അറിയാമെങ്കിൽ നമ്മളത് എഴുതി വെക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചൊരു മിനിമം സെറ്റ് ഓഫ് മാർക്സ് ഗ്യാരണ്ടീഡ് ആണ്. പിന്നെ പേപ്പർ 2 വരുമ്പോഴാണ് അത് ഇപ്പം കുറച്ചുകൂടെ ജനറലാണ്. പേപ്പർ 2ൻ്റെ അകത്ത് ഇന്ത്യൻ ജോഗ്രഫിയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളിപ്പം വെൽ പ്രിപ്പയർഡ് അല്ലാതെ എഴുതുവാണെങ്കിൽ നമുക്ക് ആർക്കും ഇപ്പം ജോഗ്രഫി ഓപ്ഷൻ അല്ലാത്ത ഒരാൾക്കും വേണമെങ്കിൽ പേപ്പർ 2ൻ്റെ സിലബസ് എടുത്ത് നോക്കുമ്പോൾ അത് നമ്മൾ GS പഠിക്കുന്ന ഏകദേശം കാര്യങ്ങളായിട്ട് തന്നെ തോന്നും. പക്ഷേ നമുക്ക് ആ ഒരു ഡിഫറൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ ആ പേപ്പർ 1 കുറേ കൺസെപ്റ്റും കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് അത് പേപ്പർ 2 നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ ആൻസേഴ്സ് വിൽ ബിക്കം മോർ ജോഗ്രഫിക്കൽ. അപ്പോൾ അങ്ങനെ നമ്മൾ എഴുതുവാണെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ കുറച്ചുകൂടെ ബെറ്ററായിട്ട് മാർക്സ് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം പേപ്പർ 1 ഫോർ എക്സാമ്പിൾ നമ്മൾ ജിയോമോർഫോളജി, ക്ലൈമറ്റോളജി കാര്യങ്ങൾ പഠിക്കുന്നു. എന്നിട്ട് പേപ്പർ 2ൻ്റെ അകത്ത് വി ആർ സിമിലർലി ഹാവിങ് ഈ ഫിസിക്കൽ ജോഗ്രഫിയും ഫിസിക്കൽ സെറ്റിങ്ങിൻ്റെ പാർട്ടുണ്ട്. അപ്പം ആ ഫസ്റ്റ് പാർട്ടിൽ ഉപയോഗിച്ച കൺസെപ്റ്റും തിയറീസൊക്കെ നമുക്ക് എങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റും? ഈ ഫിസിക്കൽ സെറ്റിങ്ങിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ അഗ്രികൾച്ചർ എടുക്കുവാണെങ്കിൽ തന്നെ ഇപ്പോൾ അഗ്രികൾച്ചറിൻ്റെ അകത്ത് തന്നെ നമ്മളിപ്പം ഫസ്റ്റ് പേപ്പറിൽ കുറേ ഓൺ തുന്നലും അതുപോലെ വിറ്റസ്ലി എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെ പേപ്പർ 2 അഗ്രികൾച്ചറിൻ്റെ അകത്ത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ അതിൻ്റെ കുറച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം കുറച്ചുകൂടെ ബെറ്ററായിട്ട് നമുക്ക് ആൻസേഴ്സ് എഴുതാൻ സാധിക്കും. ഏതൊരു സ്റ്റുഡൻറ്റും ആക്ച്വലി UPSC വരുമ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരിക്കും. ഓക്കെ, അല്ലെ പോട്ടെ, സെക്കൻഡ് അറ്റംപ്റ്റിലെങ്കിലും ക്ലിയർ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ജോഗ്രഫി ഓപ്ഷനിൽ എടുത്തൊരു സ്റ്റുഡൻറ്റിന് ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ആ കുട്ടി ക്ലാസ് ഒക്കെ നടക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം എല്ലാവർക്കും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കയറി പോകണമെന്നായിരിക്കില്ല ആഗ്രഹം. എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് മറ്റേ പ്രിലിംസിൻ്റെ അകത്ത് സീസായിട്ട് ഒരു മാർക്കിന് പോയത് കാരണം ഫസ്റ്റ് പ്രിലിംസ് എനിക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല. എന്നാലും ഇപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഒരാൾ
ക്ലിയർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമുക്കിവിടെയും വി ആർ ഹാവിങ് കുറേ എക്സാമ്പിൾസ് അല്ലേ. ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ആയ കുറേ ആൾക്കാരുണ്ട്. അപ്പം ഐഡിയലി ക്ലിയർ ആവണമെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ റെഗുലറായിട്ട് അതിൻ്റെ ക്ലാസ്സസ് കൈൻഡ് ഓഫ് അറ്റൻഡ് ചെയ്യാമെന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ പണ്ടെന്ന് പറഞ്ഞാൽ ബിഫോർ കോവിഡ് നമുക്ക് ആകെ ഈ ഓഫ്ലൈൻ ക്ലാസ്സസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്, പിന്നെ അതിൻ്റെ കൂടെ റെക്കോർഡഡ് സെഷൻസും കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ ക്ലാസ്സസ് റെഗുലറായിട്ട് ഫോളോ ചെയ്ത് ആ ഓരോ ടോപ്പിക്ക് പഠിപ്പിക്കുകയും അതിൻ്റെ നോട്ട്സും കൈൻഡ് ഓഫ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് അതുണ്ടെന്ന് കൈൻഡ് ഓഫ് ഉറപ്പുവരുത്തുക. അതാണ് ലൈക്ക് പ്രൈമറി തിങ്. നമുക്ക് ഈ കാര്യം അറിഞ്ഞാൽ മാത്രമേ പിന്നെ ബാക്കി ഉള്ള ആൻസർ റൈറ്റിംഗ് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ പ്രൈമറിലി നമ്മൾ എന്ത് ചെയ്യണം? ക്ലാസ് അറ്റൻഡ് ചെയ്ത് അതിൻ്റെ നോട്ട് കൈൻഡ് ഓഫ് കാര്യങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ റെഗുലർലി ആൻസർ റൈറ്റിംഗ് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ ഡെയിലി ഒരു ആൻസറെങ്കിലും എഴുതി നോക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ നമ്മൾ എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും കുറേ കണ്ടൻറ്റ് പഠിച്ചെന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല. ഇത് എഴുതി നോക്കുന്നില്ലെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ആൻസർ റൈറ്റിംഗ് അടിപൊളിയായിരിക്കും, പക്ഷേ നമ്മൾ ആ ഒരു ആൻസർ എഴുതാൻ ചിലപ്പോൾ അരമണിക്കൂർ എടുക്കും. അപ്പോൾ ഇത് റെഗുലർലി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ എഴുതാനും പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് ലൈക്ക് പ്രോപ്പർ ഒരു എക്സാം വേയിൽ നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പം ആൻസർ റൈറ്റിങ്ങും ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇവിടെയും വീക്ക്ലി എക്സാംസും കൈൻഡ് ഓഫ് കാര്യങ്ങൾ നടത്തും. അത് ഒരു എക്സാം അറ്റ്മോസ്ഫിയറിൽ തന്നെയാണ് ജോഗ്രഫി ഓപ്ഷനിൽ എക്സാംസ് നടത്തുന്നത്. അപ്പോൾ അത് ഓഫ്ലൈൻ ആയിട്ട് തന്നെ വന്നിരുന്ന് ക്ലാസ്സിൽ എല്ലാവരുടെയും കൂടെ എക്സാം എഴുതുന്ന പോലെ തന്നെ എഴുതുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ആവാൻ ഐഡിയലി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ആവാൻ പറ്റിയെന്ന് വരില്ല. അപ്പം കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടംപോലെ അറ്റംപ്റ്റുകളുണ്ട്. എന്നാലും സെക്കൻഡ് അറ്റംപ്റ്റ് നമ്മുടെ ഒരു ബെസ്റ്റ് അറ്റംപ്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ മാറ്റാം. അപ്പം യൂഷ്വലി നമ്മളിപ്പോൾ ഫസ്റ്റ് പ്രിലിംസ് ക്ലിയർ ആയില്ലെങ്കിൽ കണ്ടുവരുന്നൊരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ എല്ലാവരും കൈൻഡ് ഓഫ് ഡൗൺ ആയിരിക്കും. പിന്നെ കുറച്ച് നാൾ UPSC ആയിട്ട് വലിയ കണക്ഷനൊന്നും ഇല്ലാതെ അങ്ങ് മാറി നിൽക്കും. പക്ഷേ ഇപ്പം നമ്മൾ ഓപ്ഷണലിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഓപ്ഷണൽ ലൈക്ക് പ്രിലിംസ് ക്ലിയർ ആയാലും ഇല്ലെങ്കിലും ഓപ്ഷണൽ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് ഓപ്ഷണൽ പാക്കേജിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഈവൻ ഇഫ് യു ആർ നോട്ട് ക്ലിയറിങ് പ്രിലിംസ്, നിങ്ങൾ മറ്റേ റെഗുലറായിട്ട് ആ ടെസ്റ്റ് സീരീസ് അങ്ങ് അറ്റൻഡ് ചെയ്യുക. ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുമ്പം ബാക്കി മെയിൻസ് എഴുതുന്നവരുടെ കൂടെ തന്നെ നിങ്ങൾക്ക് ആ ഓപ്ഷണൽ പ്രിപ്പറേഷൻ മൊത്തത്തിൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് 3 മാസം കൊണ്ട് ഓപ്ഷണൽ മൊത്തം പഠിച്ചു തീരും, ഓപ്ഷണൽ ടെസ്റ്റ് മൊത്തം അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പം എന്നിട്ട് നിങ്ങൾ പഠിച്ചു തീർക്കുന്നില്ലെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ടിൽ ഡിസംബർ യു ആർ ഹാവിങ് ടൈം. അപ്പം ആ മിസ്സൗട്ടായി പോയ സാധനങ്ങളും ഒന്നുകൂടെ റിവിഷൻ നമുക്ക് ഡിസംബർ വരെ വേണമെങ്കിൽ ചെയ്യാം. എന്നിട്ട് ഡിസംബർ കഴിയുമ്പോൾ എന്താണ് ഫുള്ളി പ്രിലിംസ് മോഡിലേക്ക് പോകുന്നു, എല്ലാവരും പ്രിലിംസിൽ മാത്രം പഠിക്കുന്നു. അപ്പം വേണമെങ്കിൽ സമയമുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് ഓപ്ഷനൊക്കെ നോക്കാം. എന്നാലും പ്രിലിംസ് പഠിക്കുന്നു, പ്രിലിംസ് ക്ലിയർ ആവുന്നു. അപ്പോൾ വൺസ് യു ക്ലിയർ പ്രിലിംസ്, നമ്മൾ ഓൾറെഡി ഓപ്ഷനിലും കൈൻഡ് ഓഫ് കാര്യങ്ങളൊക്കെ 2 വട്ടം പഠിച്ചു വെച്ചുകൊണ്ട് പിന്നത്തെ മെയിൻസ് ഭയങ്കര എളുപ്പമായിരിക്കും. ഇത് ഞാൻ ചെയ്തിട്ടില്ല, എന്നാലും ഐഡിയലി ഇങ്ങനെ ചെയ്യുവാണെങ്കിലായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് സെക്കൻഡ് അറ്റംപ്റ്റ് തന്നെ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാൻ സാധിക്കും. ഇപ്പം നമ്മൾ UPSC സൈക്കിൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം മെയിൻസ് കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ഓക്കെ, പതിയെ നമ്മൾ ഒരു ഫുൾ ഫ്ലെഡ്ജ് പ്രിലിംസ് പ്രിപ്പറേഷനിലേക്ക് കിടക്കുകയാണ്. ഇപ്പം അടുത്ത തവണ ക്ലിയർ ചെയ്യണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു ഓപ്ഷണൽ സ്റ്റുഡൻറ്റ് ഇപ്പം ഈ ഒരു മൊമെൻറ്റിൽ ജോഗ്രഫി പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഇപ്പം ചെയ്യേണ്ട ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ നമ്മളിപ്പം പ്രിലിംസ് ഒന്ന് ക്ലിയർ ആയില്ലെങ്കിൽ പിന്നീട് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് മൊത്തം നമ്മൾ ആ പ്രിലിംസിനായിരിക്കും മൊത്തം ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുക. യൂഷ്വലി കണ്ടുവരുന്ന ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ വൺസ് യു ക്ലിയർ പ്രിലിംസ് യു സ്റ്റാർട്ട് ടു പ്രിപ്പയർ ഫോർ മെയിൻസ്. അപ്പോൾ അത് കുറച്ച് നേരത്തെ തന്നെ ആ മെയിൻസ് പ്രിപ്പറേഷൻ തുടങ്ങുന്നതായിരിക്കും നല്ലത്. ആ മെയിൻസ് പ്രിപ്പറേഷൻ്റെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഓപ്ഷണൽ പ്രിപ്പറേഷൻ. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് ആക്ച്വലി കുറച്ച് ടൈം ഉള്ളത്. കുറച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരു ഡിസംബർ ഒക്കെ ആവുകയാണെങ്കിലും എല്ലാവരും എന്തായാലും ഫുള്ളി ഒരു പ്രിലിംസ് മോഡിലേക്ക് പോകും. അപ്പോൾ ഇപ്പോൾ ടൈമുള്ള സമയത്ത് ഓപ്ഷണലിൻ്റെ അറ്റ്ലീസ്റ്റ് ഒരു 50 to 60% എങ്കിലും കംപ്ലീറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അത്രയെങ്കിലും കംപ്ലീറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് പ്രിലിംസ് ക്ലിയർ ആയതിനു ശേഷം നമ്മുടെ മെയിൻസ് പ്രിപ്പറേഷൻ ഭയങ്കര ലൈക്ക് സിമ്പിളായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പം അതിനുവേണ്ടി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം ഡെയിലി അല്ലെങ്കിൽ റെഗുലറായിട്ട് ആൻസർ റൈറ്റിംഗ് കൈൻഡ് ഓഫ് കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ പറ്റുവാണെങ്കിൽ വീക്ക്ലി ടെസ്റ്റുകൾ വല്ലതും അല്ലെങ്കിൽ സെക്ഷണൽ ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആയിരിക്കും. അങ്ങനത്തെ സെക്ഷണൽ ടെസ്റ്റുകളും കൈൻഡ് ഓഫ് കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പം ആൻസർ റൈറ്റിങ്ങും പഠിത്തവും ഈ സമയത്ത് നോക്കുവാണെങ്കിൽ കൈൻഡ് ഓഫ് നല്ലതായിരിക്കും. ഓക്കെ, സോ ഇത്ര നേരം നമ്മളോട് കൂടെ സംസാരിച്ചത് ആദിലാണ്. ആദിലിൻ്റെ ജോഗ്രഫി ഓപ്ഷണൽ സ്ട്രാറ്റജി, അതിൽ ഫോളോ ചെയ്ത മെത്തഡോളജീസ് ഒക്കെയാണ് നമ്മളോട് ഷെയർ ചെയ്തത്. അതുപോലെ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സെക്കൻഡ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റുഡൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിൽ പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പം ഇത് ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആൻഡ് ആദിലിന് ഇനിയിപ്പോൾ സർവീസിലേക്കൊക്കെ പോവാണ്. അതുപോലെ ഇത്തവണ വീണ്ടും അറ്റംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. സോ ഇത്തവണത്തെ അറ്റംപ്റ്റിലൊക്കെ അതിൽ പ്രതീക്ഷിക്കുന്ന ഒരു സർവീസിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് പതിയെ ഓക്കെ സർവീസിലേക്ക് കയറുമ്പോൾ അതിൽ ആഗ്രഹിച്ച രീതിയിൽ നല്ലപോലെ ഒരു പ്രവർത്തന മേഖലയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു.